2008 ഉള്ളതിലെ ചീപ്പസ്റ്റ് ടീം ഏതാ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ആണ്. പക്ഷെ അവന്മാരൊരു പിങ്ക് ബൊമ്മയെ വെച്ചിട്ട് ആ കൊല്ലത്തെ കപ്പടിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് പറ്റും. ഫ്രാഞ്ചൈസി 2008 നോക്കുകയാണെങ്കിൽ അവരുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വെറും 6 കോടി രൂപയാണ്. ടീമിലാണെങ്കിൽ അവരെടുത്തിരിക്കുന്നത് മാക്സിമം ഇന്ത്യൻ യങ്സ്റ്റേഴ്സിനെ ആയിരുന്നു. ഈ ഇന്ത്യൻ യങ്സ്റ്റേഴ്സിന് ഒരു വലിയ ബാരിയർ ഉണ്ടായിരുന്നു. സംഭവം എന്താ നോക്കുകയാണെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സുമായിട്ട് അവർക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് ഭയമായിരുന്നു. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു ബാരിയർ ആണ് ഇന്ത്യൻ യങ്സ്റ്റേഴ്സും ഫോറിൻ പ്ലേയേഴ്സും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഈ ബാരിയറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിലെ ക്യാപ്റ്റനായിരുന്ന ഷെയ്ൻ വോൺ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ആ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമിലെ ഏതെങ്കിലും ഒരു പ്ലെയർ ടീമിന്റെ നിയമങ്ങളോ അല്ലെങ്കിൽ പ്രാക്ടീസിന് വരുന്നത് ലേറ്റ് ആവുക അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ജൂനിയർ ആയിരുന്നാലും സീനിയർ പ്ലെയർ ആയിരുന്നാലും അവർക്ക് ആ ദിവസം ഒരു ശിക്ഷ ഉണ്ടായിരുന്നു. ആ ശിക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് ബൊമ്മയുണ്ട്. ആ പിങ്ക് ബൊമ്മേനെ എടുത്തിട്ടായിരിക്കും ആ പ്ലെയർ ആ ദിവസം മുഴുവൻ സഞ്ചരിക്കേണ്ടത്. സോ ആ റൂൾസ് ബ്രേക്ക് ചെയ്ത് കളിക്കാരൻ പിങ്ക് ബൊമ്മേനെ എടുത്ത് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കും, ഒരുപാട് ഫൺ മൊമെന്റ്സ് അവരുടെ ഇടയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഭയം എന്ന് പറയുന്ന സംഭവം അവരുടെ ഇടയിൽ നിന്ന് ബ്രേക്കായി വിത്ത് റെസ്പെക്റ്റോട് കൂടി തന്നെ ജൂനിയർ പ്ലെയേഴ്സിന് സീനിയർ പ്ലെയേഴ്സുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനും അവരുടെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനും നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ ബിൽഡായി. ഈ ബിൽഡായ ഫ്രണ്ട്ഷിപ്പാണ് 2008 രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ടീം ഗ്രൗണ്ടിൽ കാണിച്ചതും അക്കൊല്ലം അവർ കപ്പ് വിൻ ചെയ്യുന്നതും.